ഹലോ. ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാനായിട്ട് ജർമ്മനിക്ക് പോകാനായിട്ടുള്ള ടൂറിസ്റ്റ് വിസ ചെക്ക് ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ജർമ്മനി ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2025 ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാനമായും ഇതിന്റെ സ്റ്റെപ്പുകൾ ഒന്ന് പറയാം, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമ്മൾ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫിംഗർ പ്രിന്റ്സ്, നമ്മുടെ ബയോമെട്രിക്സ് ഡേറ്റ എല്ലാം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സാധാരണയായി 15 വർക്കിംഗ് ഡേയ്സ് ആണ് ശരിക്കും വിസ ലഭിക്കാനായിട്ട് വേണ്ട കാലാവധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് ആണ്. 6 മാസം വാലിഡിറ്റി ഉള്ള വാലിഡ് പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ 90 ദിവസമാണ് ഈ ഒരു വിസയുടെ കാലാവധി വരുന്നത്. ഈ ഒരു വിസയിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല, അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വിസ ആപ്ലിക്കേഷൻ ഫോം, ജർമ്മനി ആപ്ലിക്കേഷൻ ഫോം ആണ്, വിഡെക്സ് ഫോം ആണ് ഫസ്റ്റ് വേണ്ടത്. അതിനുശേഷം ഫോട്ടോസ്, ഷെങ്കൻ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് വേണം. 80% ഫേസ് കവറേജ് ഉള്ള ഫോട്ടോസ് ആണ് വേണ്ടത്. 2 ഫോട്ടോസ് വേണം. ഡിക്ലറേഷൻ ഫോംസ്, കവറിംഗ് ലെറ്ററിൽ നമ്മൾ എന്ത് പർപ്പസിനാണ് പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഐറ്റ്നറി ഒന്ന് വ്യക്തമാക്കണം. ട്രാവൽ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസിന്റെ കവറേജ് എടുക്കുമ്പോൾ 30,000 കവറേജ് ഉള്ള ഇൻഷുറൻസ് വേണം. അതുപോലെ തന്നെ നമ്മളുടെ ഫണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ITR തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഫൈനാൻഷ്യൽ പ്രൂഫായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്, സാലറി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് 3 മന്ത് സാലറി സ്ലിപ്പ്, അതുപോലെ തന്നെ ലീവ് NOC തുടങ്ങിയ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതല്ല, സ്വന്തമായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, സ്വന്തമായിട്ട് ഫേമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ITR അതുപോലെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് അക്കോമഡേഷൻ പ്രൂഫ് ആണ്. അക്കോമഡേഷൻ പ്രൂഫിൽ ഹോട്ടൽ ബുക്കിംഗ്സോ അല്ലെങ്കിൽ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസോ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഐറ്റിനറി ആണ് വരുന്നത്. ഇനി ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരാളുണ്ട്, ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിയപ്പെട്ടവർ നമുക്ക് ജർമ്മനിയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഇൻവിറ്റേഷൻ ലെറ്റർ, അതുപോലെ തന്നെ അവരുടെ പാസ്പോർട്ട് കോപ്പി, അതുപോലെ തന്നെ അവരുടെ റെസിഡൻസ് പ്രൂഫ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രൂഫ് കാണിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് പ്രൂഫ് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കാണിക്കാവുന്നതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സഞ്ചാരിയായ സന്തോഷ് ജോർജ് ഓളഗൻ സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: ട്രാവൽ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സീയിങ് ന്യൂ പ്ലേസസ്, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് ആൻഡ് അവർ സെൽസ് ബെറ്റർ എന്നുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് പുതിയ സ്ഥലങ്ങൾ കാണുന്ന മാത്രമല്ല, നമുക്ക് ലോകത്തെയും അതുപോലെ നമ്മളെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മളുടെ വിസ റിജക്റ്റ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഹൈ സക്സസ് റേറ്റിനുമുള്ള ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വളരെ കൃത്യമായിട്ട് അതുപോലെ നമ്മളായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫേക്ക് ആയിട്ടുള്ള ബുക്കിംഗ്സ്, ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാതിരിക്കുക. നമ്മളുടെ പർപ്പസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് സീലും സിഗ്നേച്ചറും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ സഹായം ആവശ്യമെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.